കുറവലങ്ങാട് കോഴായിൽ സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ കീഴിലുള്ള ചേന്നാലി പാടത്തെ നെല്ല് കൊയ്യാൻ അധികൃതർ നടപടി സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 120 ദിവസം പ്രായമായ നെൽക്കതിരുകളാണ് പാടത്ത് കൊയ്യാതെ നിന്നിരുന്നത്. എന്നാൽ ഇത് വിത്തിനായുള്ള നെല്ലാണെന്നും മെഷീൻ ഉപയോഗിച്ച് കൊയ്യുന്നതിനായി നിർത്തിയിരുന്നതാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ വിശദീകരിച്ചു. അതെ, ഇത് സ്റ്റേറ്റ് സീഡ് ഫാം കോഴയിൽ നമ്മൾ വിത്തിനത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കൃഷി ചെയ്യുന്ന നെൽവിത്താണ്. അത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കാലതാമസം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ ഇവിടെ സ്റ്റേറ്റ് സീഡ് ഫാം കോഴയിൽ 2 സീസൺ നെൽകൃഷി ചെയ്യുന്ന ഒരു ഫാമാണ്. ഏകദേശം 20 ഏക്കർ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്രോപ്പ് കൃഷി, വിരിപ്പൂ കൃഷി കഴിഞ്ഞു. അതിന് കൃത്യമായിട്ട് തന്നെ വിളവെടുത്ത് അതിൻ്റെ ഈൽഡ് ഡേറ്റ ഉൾപ്പെടെ ഇവിടെയുണ്ട്. സെക്കൻഡ് സീസണിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന 3 ഏക്കർ സ്ഥലത്തുള്ള നെല്ലെന്ന് പറയുന്നത് ഏകദേശം 120 ദിവസം മാത്രമാണ് അത് ഏകദേശം മൂപ്പെത്തിയിട്ടുള്ളൂ. ഉമ എന്ന് പറയുന്ന നെൽവിത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അത് ഏകദേശം 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് 120 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വിളവെടുക്കാനുള്ള ഒരു സമയം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കരിഞ്ഞുണങ്ങി എന്ന് പറയുന്നത് തന്നെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഈ ഫാമിൽ 2022 മുതൽ തന്നെ സർക്കാരിൻ്റെ യന്ത്രവൽക്കരണം പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മെഷീനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പരമാവധി വിളവെടുക്കുന്നത്. കമ്പൈൻഡ് ഹാർവസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. കമ്പൈൻഡ് ഹാർവസ്റ്റർ ഓൾറെഡി നമ്മളൊരു 10-ാം തീയതിയോട് കൂടി ഇറക്കുന്നതിനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ചില പാടശേഖരങ്ങളിൽ, താഴ്ചക്കണ്ടങ്ങളിൽ അത് മെഷീൻ പുതഞ്ഞത് കാരണം നമുക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി 1-2 ദിവസം കൂടെ താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ചയോട് 2-3 120 ദിവസങ്ങൾ 122 123 ദിവസത്തിനുള്ളിൽ അത് ഹാർവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം മെഷീൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തൊഴിലാളികളുണ്ട്, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്ത് തുടർന്നുകൊണ്ട് പോകുന്ന കാര്യം അത് തന്നെയാണ്. അപ്പം നമ്മൾ തൊഴിലാളികൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ട് നമ്മളത് നമ്മുടെ പിടിവാശി എന്നൊക്കെ ഉദ്യോഗസ്ഥരുടെ പിടിവാശി എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഫാമിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതുവരെ കൃത്യമായിട്ടുള്ള മൂപ്പെത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് വിളവെടുത്തിട്ടുണ്ട്. അതിന് ഒരു ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും അതിൻ്റെ ഒരു മൂപ്പ് സമയം കഴിഞ്ഞതുകൊണ്ടല്ല അത് പതിരാകുന്നത് ചാഴിയുടെ ആക്രമണമുണ്ട്. ചാഴി എന്ന് പറയുന്ന ഒരു കീടം ഉണ്ട്. അതുപോലെ തന്നെ തണ്ടുതുരപ്പൻ പുഴുവുണ്ട് നെല്ലിന്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആക്രമണം എന്തായാലും നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ, നെൽകൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് രോഗങ്ങളും കീടങ്ങളും ഒക്കെ എന്തായാലും വരും. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കുറച്ച് പതിരുകളാണ്. അത് ശരിക്കും അത് കരിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നെല്ല് മൂപ്പെത്തിയിട്ട് അത് കരിഞ്ഞു പോകുന്നതല്ല. ഇതുപോലെയുള്ള ചെറിയ രോഗങ്ങളും കീടങ്ങളും ഒക്കെ അത് കൃഷിയിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നതാണ്. അപ്പം നമുക്ക് മെഷീൻ ഇനി ഒരു 2 ദിവസം കൂടെ ഡിലേ വരും എന്നുള്ളതിൻ്റെ ഒരു അസംഷനിലാണ്, താമസിക്കും എന്നുള്ളതിൻ്റെ ഒരു അസംഷനിലാണ് നമ്മളത് ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. യന്ത്രം ഉപയോഗിച്ച് കൊയ്ത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. നെല്ലിന്റെ വളർച്ചയെക്കുറിച്ചും വിളവിനെക്കുറിച്ചും കൃത്യമായി അറിവില്ലാത്തവരാണ് നെല്ല് കരിഞ്ഞുണങ്ങിയെന്ന് അടക്കമുള്ള വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. നെല്ല് യഥാസമയം കൊയ്യാതെ പാടത്ത് നശിക്കുകയാണെന്നായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടിരുന്നത്.